അപ്പൊ തന്നെ ഒരു ആട്ട് കൊടുത്തു. ഒന്നുമില്ല, ഞങ്ങൾ ഇറങ്ങിയ നേരെ തിരുവനന്തപുരം വീട്ടിലോട്ട് പോകും. അങ്ങനത് സംസാരിക്കാണ്ട് പ്രണയ അഭ്യർത്ഥനയിൽ പോലും അവിടെ ഒരു ഗെയിം കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു സംശയിക്കുന്നു. അതെ, അവിടെ പ്രണയ അഭ്യർത്ഥനയിൽ പോലും ഒരു ഗെയിം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് ഷാനവാസ് പറഞ്ഞു. കൃത്യം കൃത്യം. അനുമോളെ ഞാൻ കുറച്ചെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. എന്നാൽ അനുമോടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ടും മനസ്സിലായി, അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ വെച്ചുകൊണ്ട് ഗെയിം കളിക്കുകയാണ് അനുമോൾ എന്നുള്ളത്. ഒരു മനുഷ്യന്റെ എന്ത് പറയാ, ആ മനുഷ്യന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചത്. കുറെ എണ്ണമുണ്ട്, സമ്മർ മീഡിയ അങ്ങനെ പറയുന്ന കുറെ ചാനലുകാരുണ്ട്. അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അവന്മാര് പറയുന്നത് ഈ പറയുന്ന അനീഷാണ് അവിടെ ഗെയിം കളിക്കുന്നതെന്ന്, ഈ പറയുന്ന ഒരു ലവ് സ്ട്രാറ്റജി എടുത്തതാണ് ഈ അനീഷ് എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും, ഈ പറയുന്ന അനുമോളാണ് ഇത് ഒരു ഗെയിം തന്ത്രമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇഷ്ടം തോന്നി അനുമോളോട് പറഞ്ഞു. ആ കാര്യം അനുമോടെ ആ ഒരു വർത്തമാനത്തിൽ നിന്ന് അനുമോക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന രീതിയിൽ പറഞ്ഞ് ആ വിഷയം ക്ലോസ് ചെയ്ത് അനീഷിന്റെ പാട്ടിന് പോയ സമയത്ത് ഈ പറയുന്ന അനുമോൾ ഈ ഒരു വിഷയത്തെ പിന്നെയും എടുത്തിട്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അഥവാ അനുമോക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ ഒരു വിഷയം കഴിഞ്ഞു, ഇനി വെളിയിൽ ഇറങ്ങി എങ്ങനെ വേണേലും സംസാരിക്കാമല്ലോ. ഓക്കെ, ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വെളിയിൽ ഇറങ്ങി ഫോൺ വിളിച്ചു എന്തെങ്കിലും സംസാരിക്കാം. ഈ ഒരു വിഷയം തന്നെ ആദിലിന്റെ അടുത്ത്, നൂറയുടെ അടുത്ത്, ഷാനവാസിന്റെ അടുത്ത് എല്ലാം പറഞ്ഞ് ഇത് മീഡിയയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈവിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ അനുമോൾ ഒത്തിരിയും പാടുപെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഗെയിമേ ബാധിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും പറയാത്തത്, എനിക്ക് സഹോദരനെ പോലെ ഉള്ളൂ എന്ന രീതിയിലൊക്കെ ഈ പറയുന്ന അനുമോൾ പറയുന്നു. അനീഷ് ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ, അനീഷ് അത് വിട്ട് കളഞ്ഞെന്ന് തന്നെ വിചാരിച്ചോ? പിന്നെ എന്തിനാണ് അനുമോൾ ഈ ഒരു കാര്യത്തിൽ പിന്നെ ബേജാറായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പലയിടത്തും പോയി അനുമോൾ പിന്നെയും പറയുന്ന ഒരു കാര്യമാണിത്, അദ്ദേഹത്തിന്റെ ഗെയിമിനെ ബാധിക്കും അത്. പിന്നെ വേറൊരു കാര്യം കൂടെ അനുമോൾ പ്രത്യേകം പറഞ്ഞു കേട്ടോ. അനുമോൾ പറയുന്നത്, ഞാൻ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടുത്താണ്, എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം നോക്കുമ്പോൾ വിഷമം തോന്നുന്നത്. എന്ത് വിഷമം തോന്നാന്? അനുമോൾ അനീഷിനോട് കാണിച്ച ആ ചേഷ്ടകളും ആ ഒരു ഇഷ്ടങ്ങളും കാരണം അനീഷ് തിരിച്ച് അനുമോളോട് ചോദിച്ചു, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. ആ ഒരു ചോദ്യത്തിൽ നിന്ന് അനുമോൾ കൊടുക്കാൻ പോകുന്ന ആൻസർ മനസ്സിലാക്കി അനീഷ് ആ ഒരു ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അനീഷ് ഇത് ആരോടും പറയാനോ ഒന്നും പറഞ്ഞു നടക്കാനോ പോട്ടെ, ഒറ്റ മിത്രമായി കിടക്കുന്ന ഷാനവാസിനോട് പോലും ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേനും അനീഷ് എന്ത് പറഞ്ഞ ഗെയിം തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ യൂട്യൂബർമാർ വീഡിയോ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന അനുമോളാണ് ഇവിടെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് ഏട്ടൻ എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും, വിഷമം ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഗെയിമിനെ ബാധിക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്ത് ഗെയിമിനെ ബാധിക്കാനാ? ബാധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്? പിന്നെ പറയുന്നത് കേട്ടു, അനുമോള് ഈ പറയുന്ന അനീഷിന്റെ ഫാൻസ് ബുദ്ധിമുട്ടിക്കുമെന്ന്. എന്തിന്? നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? എന്തിനു പേടിക്കണം? അപ്പൊ ഇതിന്റെ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കടന്ന് ഉരുളുന്നത്. ഇന്നലെ ഈ പറയുന്ന ഷാനവാസ്, ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഷാനവാസ് ഈ അക്ബറിനോട് പറയുന്നുണ്ട്, അനീഷ് സീരിയസ് ആയിട്ടാണ് എന്ന രീതിയിൽ അക്ബർ പറയുമ്പോൾ ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട്, അതെ സീരിയസ് ആയിട്ട് തന്നെയാണ്, അദ്ദേഹത്തിന് ഇഷ്ടം തോന്നി, അദ്ദേഹം പോയി പറഞ്ഞു, അത് പറയാതെ അങ്ങനെ ചുറ്റി നടന്നൊന്നുമില്ല, അദ്ദേഹത്തിന് തോന്നിയതുപോലെ പറഞ്ഞു, അല്ലാതെ തമാശ ഒന്നും അല്ല എന്ന് ഷാനവാസ് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് അനുമോൾ ഒരു ഗെയിം തന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിച്ചതാണ്. ഇത് ഗെയിം അല്ലായിരുന്നുവെങ്കിൽ അവൾ എന്തിനാണ് അവിടെ ഇവിടെ ഇങ്ങനെ പോയി പറയുന്നത്? അതും ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഷാനവാസ് വെട്ടി തുറന്നു പറഞ്ഞു. അനീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ ഒരു വിഷയം പറഞ്ഞത്. ഇതും കഴിഞ്ഞ് ഈ പറയുന്ന അനുമോള് പിന്നെ എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ ആദിലയുടെ നൂറയോടും പിന്നെ പോയി പറയുന്നു, ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ടേ പറയത്തുള്ളൂ, ഞാൻ എന്ത് ബ്രദറിനെ പോലെ കാണത്തുള്ളൂ എന്ന് പറയത്തുള്ളൂ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഈ അനുമോള് ഈ പറയുന്ന നെവിനെ കുത്തിപ്പൊക്കി വിടുന്നു. ഈ നെവിനെ കുത്തിപ്പൊക്കി ഈ പറയുന്ന ഈ ഒരു കാര്യം പറയുന്നു. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നില്ല, ഞാനൊരു ബ്രദറിനെ പോലെ കാണുന്നുള്ളൂ, വെളിയിൽ ഇറങ്ങിയിട്ട് ക്ലിയർ ആയിട്ട് പറയാതിരിക്കുക. എടാ, ഈ വെളിയിൽ പോയങ്ങ് പറഞ്ഞാൽ പോരെ? ഈ നെവിനോട് എന്തിനാ പറയുന്നത്? അതും ഒന്നും ഒരു ഇതും ഇല്ലാത്ത, അന്തവും കുന്തവും ഇല്ലാത്ത നെവിനോട് പോയി പറയുന്നു. നെവിൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നെവിൻ വെളിയിലോട്ട് പോകുമ്പോൾ ഈ പറയുന്ന അനീഷും ഷാനവാസും മാനത്ത് നോക്കി അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പാടത്തെ കാര്യവും കൃഷി ചെയ്യുന്ന കാര്യവും ഇവിടെ നിന്ന് ഇറങ്ങി, ഷാനവാസ് നീ ഇറങ്ങി ഈ മരത്തെ കൂടെ ഇറങ്ങി താഴെ പോയതിനു ശേഷം എന്റെ നാട്ടിൽ പോയി ചൂണ്ടയിട്ടോ എന്ന് പറയുന്നു, ഞാനൊരു ലെറ്റർ എഴുതി തരാം, അത് കൊണ്ടുപോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഈ പറയുന്ന നെവിൻ വന്നിട്ട് പറയുകയാണ്, അനീഷേട്ടന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന രീതിയിലൊക്കെ പറയുന്നു. അപ്പൊ ഷാനവാസ് എന്ത് ചെയ്തു? അവിടെ നല്ലൊരു ഗെയിം ഔട്ട് കളിച്ചു. ഷാനവാസ് പറഞ്ഞു, നല്ല വിഷമത്തില്ല അനീഷ്,
എന്ന രീതിയിൽ പറഞ്ഞു. വിഷമമോ? അപ്പൊ ഈ ഷാനവാസ് പറയുന്നുണ്ട് ഈ നെവിൻ എന്തോ ഒന്ന് പറയാനുണ്ട്, നെവിനെ അങ്ങ് പറഞ്ഞോളാൻ പറയുന്നു. അപ്പം പറയുന്നുണ്ട് ചേട്ടൻ വിഷമിക്കല്ലേ, ചേട്ടൻ ഇവളെക്കാട്ടിലും നല്ല പെണ്ണിനെ കിട്ടും, മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങാണ്ടി പെൺമാങ്ങാണ്ടി വേണം, മറ്റേ മാങ്ങാണ്ടി വേണം, എന്നാലേ അത് കാണാൻ പറ്റൂ, പിന്നെ ചേട്ടന്റെ കുഞ്ഞിക്കാല് ഞാൻ കാണാൻ വരും, കരിവളയിടും എന്ന രീതിയിലൊക്കെ പുള്ളി പറയുന്നു. ഇവളെക്കാട്ടിലും നല്ല കുട്ടിയെ ചേട്ടന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന നെവിൻ. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ചേട്ടനെ ബ്രദറിനെ പോലെ കാണത്തുള്ളൂ, സ്റ്റെപ്പ് ഫാദറിനെ പോലെ കാണുന്നതെന്നൊക്കെ രീതിയിൽ എക്സ്ട്രാ ഒക്കെ ഇട്ടൊക്കെ പറയുന്നുണ്ട്. ഈ നെവിൻ കുളവാക്കിക്കൊണ്ട് പറയുന്നു. അപ്പൊ ഈ ഷാനവാസ് പറയുന്നുണ്ട് അയ്യോ എന്ത് ചെയ്യാനാ, അനീഷ് മനസ്സിൽ കയറ്റി കഴിഞ്ഞു. അനീഷ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ പറയുന്ന അനുമോടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, അവിടെ പോയി സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ ഈ ഷാനവാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അനീഷേട്ടന്റെ ഒരു കുഞ്ഞിക്കാലം ഞാൻ കാണും, അത് എന്റെ വാക്ക്. അപ്പൊ തന്നെ ഒരു ആട്ട് കൊടുത്തു. ഒന്നുമില്ല, ഞങ്ങൾ ഇറങ്ങിയ നേരെ തിരുവനന്തപുരത്ത് വീട്ടിലോട്ട് പോകും. അങ്ങനത് സംസാരിക്കാണ്ട് ഇങ്ങനെയൊക്കെ പോയി അവിടെ പോയി പറഞ്ഞു കൊടുത്തപ്പോൾ ഷാനവാസ് നല്ല രീതിയിൽ തന്നെ മറുപടിയും കൊടുത്ത് പറഞ്ഞു വിട്ടു. അനീഷ് ഇത് ബാധകമേ അല്ല, അനീഷ് അത് വിഷയം വിട്ടത് തന്നെയാണ്. ഈ പറയുന്ന നെവിനോട് പിന്നെ പറയുന്നുണ്ട് എന്റെ കാര്യങ്ങൾ എനിക്കറിയാം നെവിനെ എന്ന രീതിയിൽ പറയുകയും ചെയ്തു. അനീഷ് ഈ ഒരു വിഷയത്തെ ഒരു കാരണവശാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടോ തയ്യാറല്ല. എന്നാൽ ഈ അനുമോൾ ഈ ഒരു വിഷയത്തെ അങ്ങ് ചർച്ച ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തെ വേറൊരു രീതിയിലേക്ക് റൂട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗെയിം കളിക്കുന്നത് ഈ പറയുന്ന അനുമോളാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഇന്നലെ രാത്രിയിലും മൈക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന നൂറയോട് സംസാരിക്കുന്നു, ആദിലോട് സംസാരിക്കുന്നു. എന്തിനാ ഇതൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടമില്ല ആ ഒരു വ്യക്തിയെ, നിങ്ങൾക്ക് എന്ത് പറയുക, ഒരു പ്രേമമായിട്ടോ അല്ലെ ഒരു കാമുകനായിട്ടോ അല്ലെ നിങ്ങൾ കല്യാണം കഴിക്കാനോ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ആ വിഷയം ക്ലോസ്. അനീഷ് ആ വിഷയം ക്ലോസ് ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് പിന്നെ എന്തിനാണ് ഈ ഒരു വിഷയം ഇങ്ങനെ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന അനീഷിനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അനീഷിനെ വെച്ച് ഗെയിം കളിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അനീഷ് ഏത് ഡ്രസ് ഇടുമോ അതേ കളറിലെ ഡ്രസ് ഇടാനും, അനീഷിനെ പറയുന്ന പോലെ തന്നെ അനീഷിനെ പാല് കൊണ്ട് കുടിപ്പിക്കാനും, ലവ് ചിഹ്നം കാണിക്കാനും, പ്ലെയിൻ കിസ് കൊടുക്കാനും, ഇച്ചായ എന്ന് വിളിപ്പിക്കാനും, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലൂടെ അനീഷിനെ കടത്തിക്കൊണ്ട് പോയ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം ഗെയിമായിട്ട് എടുത്തുകൊണ്ട് അനീഷിനെ പിന്നെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ അനീഷിനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഇല്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അനീഷിനെ പുറത്താക്കാൻ വേണ്ടി. നിങ്ങൾ ഇത് രണ്ടിൽ ഏതോ ഒരു കാര്യം നിങ്ങൾ അതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ കൃത്യമാണ്. പിന്നെ ഇന്നലെ അക്ബർ വന്ന് പറയുന്നത് കേട്ടു അനീഷ് ഇതൊരു ഗെയിമായിട്ട് എടുത്തിട്ട് അവസാന ഘട്ടത്തിൽ ഈ അവിടെ നിലനിൽക്കാൻ വേണ്ടി എന്താ പറയാ ഇങ്ങനെ ചെയ്തതാണോ എന്ന രീതിയിൽ അനീഷിനെ മണ്ടയ്ക്ക് ഇടുന്നത് കണ്ടു. അനീഷ് എന്താ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അനീഷ് പുറമെ നടന്നിട്ട് ഈ പറയുന്ന അനുമോളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? അവൻ വല്ലതും ചെയ്യുന്നുണ്ടോ? അവൻ അവന്റെ പാടിന് പോകുന്നു, എല്ലാവരോടും മിണ്ടുന്ന പോലെ മിണ്ടുന്നു, എല്ലാവരോടും സംസാരിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരു ആപ്പിൾ മുറിച്ചാൽ എല്ലാവർക്കും കൊടുക്കും, അനാറുകൊണ്ട് കട്ട് ചെയ്ത എല്ലാവർക്കും കൊടുക്കും, എല്ലാവരെയും നോക്കുന്ന രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന അനുമോളെ ഒറ്റപ്പെടുത്തിയ സമയത്ത് കൂടുതലായിട്ട് ഒന്ന് പ്രൊട്ടക്ട് ചെയ്തു. ഷാനവാസിനെ പ്രൊട്ടക്ട് ചെയ്തില്ല. ഇതുപോലെ ഷാനവാസ് ആശുപത്രി പോയപ്പം എല്ലാ അനീഷ് പോയാലും മരുന്നും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചതും ഒക്കെ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് അനീഷാണെന്ന് പറയുന്നു. ആ ഒരു ഹൃദയം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇത് വന്നു. അതായത് നിങ്ങളുടെ ഹൃദയം ആർക്ക് നിങ്ങൾ കൈമാറുക എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് വെച്ചപ്പോ അനീഷ് ഷാനവാസിന്റെ പേരും ഷാനവാസ് അനീഷിന്റെ പേരും പറഞ്ഞു. അപ്പൊ അനീഷിനെ കുറിച്ച് ഷാനവാസ് പറയുന്നത് കേട്ട് അനീഷിന് വിഷമവും വന്നു, കരയുന്നുണ്ട്. ഷാനവാസ് കൃത്യമായിട്ട് ഇപ്പൊ അനീഷിനെ മനസ്സിലാക്കിക്കൊണ്ട് കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അനീഷിനെ ഈ പറയുന്ന ഇവര് കാണിച്ച ഈ കോപ്രായങ്ങൾ അത് ഗെയിമാണ്, അനീഷിനെ വീഴ്ത്താൻ നോക്കുകയാണ് എന്നൊക്കെ ഷാനവാസിന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഷാനവാസ് ഈ പറയുന്ന അനീഷിനെ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തുമായാലും ഈ പറയുന്ന അനുമോള് ഇന്നലെ ഈ നെവിനോട് ഈ ഒരു വിഷയം പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ മിണ്ടാതിരിക്കാമായിരുന്നു. ആദിലയോട് നൂറയോട് ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആദിലും നൂറയും ചോദിക്കുന്നുണ്ട് നിനക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ അവൾ പറയുന്നു ഇല്ല. എന്നാ പിന്നെ വിട്ടുകളയുന്നുമില്ല. അപ്പൊ അതെന്താണ്? എനിക്ക് ഈ പറയുന്ന അനുമോളോട് ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ ഒരു മനുഷ്യന്റെ വികാരത്തെ വെച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഇഷ്ടത്തെ വെച്ച് ഇങ്ങനെ കളിക്കരുത്. കളിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായി തീരും. ഈ പറയുന്ന അനീഷ് ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇഷ്ടം തോന്നി അത് തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിക്ക് ആ വീട്ടിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു ഫ്രീഡം,
ആ ഫ്രീഡത്തെ അങ്ങാരൊരു ഇഷ്ടമായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ അതിനെ ഞാനൊരു സഹോദരനെ പോലെ കാണുന്നുള്ളൂ, അല്ല എങ്കിൽ നിങ്ങളെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് വായും മൂടിക്കെട്ടി, അല്ല എങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സംസാരിച്ച് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനെ പിന്നെയും വലിച്ചിട്ടുകൊണ്ട് അതിനെ ഒരു ഗെയിം ആക്കുന്നത് അനുമോള് തന്നെയാണ്, അനുമോള് മാത്രമാണ്. ഇതിന് ചുക്കാൻ പിടിക്കുന്ന കുറെ യൂട്യൂബർമാരാണ് അനീഷിനെ മൈനസ് ആക്കി കാണിച്ചുകൊണ്ട് അനീഷ് അതിലും ഗെയിം കളിക്കുന്നു എന്ന് പറയുന്ന ചീപ്പ് നാടകമാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് കൃത്യമായിട്ട് പറയുന്ന ഒരു പക്വതയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. നെവിൻ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ എന്തുവാ, എനിക്കറിയാം നെവിന്റെ കാര്യം നോക്കിക്കോ, എനിക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയുന്നു. അങ്ങനെയുള്ള വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും